നമ്മളെപ്പോഴും പറയും ഇല്ലേ, ഞാൻ മറന്നു, ഇനി എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ക്ഷമിച്ചു നിന്നോടെന്നൊക്കെ പറയൂ അല്ലേ. അപ്പം നമ്മൾ എന്തായിരിക്കും, നമ്മൾ എല്ലാം മറന്നു, ക്ഷമിച്ചു, അവരോട് സ്നേഹത്തോടെ പെരുമാറി, അവരുടെ കൂടെ നമ്മൾ നിന്നു, എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു എന്ന് പറയുകയും നമ്മൾ എല്ലാം എല്ലാം മറന്നു, അവരെ നമ്മൾ ഓക്കെ ആയിട്ട് സ്വീകരിച്ചു. പക്ഷേ നമ്മൾ പിന്നെ അവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഓ അവരെന്നാലും എന്നോട് അങ്ങനെ ചെയ്തതല്ലേ, എന്നോട് ഇങ്ങനെയാണല്ലോ അവർ പെരുമാറി എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ? എല്ലാ മനുഷ്യരും തന്നെ ചിന്തിക്കാറുണ്ട്. എന്നാലും അന്ന് എന്നോട് അവരങ്ങനെ പറഞ്ഞാട്ടോ എന്ന് ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരും. ആ ഞാൻ ക്ഷമിച്ചു വിട്ടതാ എന്നിങ്ങനെ പറയുകയും ചെയ്യും. പക്ഷേ നമ്മൾ ആ പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അവരോടുള്ള ആ വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം നമ്മുടെ അടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയും ചെയ്യും ഇല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അങ്ങനെ മറക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരാൾ, അതായത് ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, നമ്മളെ ഒരാൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജന്മത്തെ അയാളെ മറക്കില്ല. അയാളെ മറക്കുകയല്ല, അയാളെ എത്ര സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ നിന്നാലും, എത്ര സ്നേഹത്തോടു കൂടി നമ്മളോട് പെരുമാറിയാലും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്നെ ചതിച്ചല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും ഇല്ലേ. സ്വാഭാവികം മാത്രം. അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആരുമാകട്ടെ, ഇല്ലോസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരുമാകട്ടെ, നമ്മൾ അവരെ ഓർക്കാതെ ഇരിക്കുകയേയില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഓർമ്മകൾ കിടക്കുകയും ചെയ്യും. അത് നമ്മുടെ മരിക്കുവോളം നമ്മുടെ ഉള്ളിൽ കിടക്കും. കാരണം പിന്നെ നമ്മളത് പറയാൻ പോവില്ല, അത് മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ ഇല്ലേ. നമ്മൾ പറയാൻ പോവില്ല, നീ ഇന്നെ ചെയ്തതല്ലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതല്ലേ എന്ന്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മൾ പറയും, അന്ന് എന്നോട് അങ്ങനെ ചെയ്തതാട്ടോ, എന്നോട് ഇങ്ങനെ അവർ പെരുമാറിയതാട്ടോ എന്നിങ്ങനെ നമ്മൾ പറയുമ്പോൾ കുറേ ഇട്ടോ നമ്മൾ വിടുകയും ചെയ്യും ഇല്ലേ. അപ്പം ഒരു കാര്യം ചെയ്യുക, നമ്മൾ പരമാവധി അവരുടെ അവരുടെ കൺവട്ടത്ത് വരാതിരിക്കുക. അപ്പോൾ ആ ഓർമ്മകൾ മാറിപ്പോകും. ആ ഓർമ്മകൾ മാറാൻ ഇതൊക്കെ വഴിയുള്ളൂ. അത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്താൽ മാറും എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. എനിക്ക് ചിലരുടെ ഓർമ്മകൾ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ എത്ര ശക്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്താലും അപ്പോൾ പറയാം അത് നല്ല മെഡിറ്റേഷൻ അല്ലാന്ന്. എങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് അത് വരികയും ചെയ്യും. എങ്കിലും നമ്മൾ ക്ഷമിക്കുക, പൊറുക്കുക. ഓർമ്മകൾ വരാതിരിക്കാൻ നമ്മൾ മരിക്കുന്ന അത്രയും നാളും നമുക്ക് സാധിക്കില്ല എന്നും കൂടെ ചിന്തിക്കുക. ഒരു പരിധി വരെ വിട്ടുകളയുക എന്ന് പറയും. വിട്ടുപോവില്ല എങ്കിലും വിട്ടുകളഞ്ഞ് നമ്മുടെ മനസ്സിനൊരു ശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. പരമാവധി അവരെ കാണാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടു കഴിയുമ്പോഴാണ് നമ്മളെ ഓർമ്മകൾ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെയുള്ള അവരെ അറിയുന്ന ആരെങ്കിലും നമ്മളോട് ഒന്ന് പറയുമ്പോഴായിരിക്കും നമ്മളെ ഇങ്ങനെ ചതിച്ചല്ലോ എന്നൊരു ഓർമ്മ തന്നെ. അതെല്ലാവരുടെയും മനസ്സിൽ സംഭവിക്കുന്ന കേട്ടോ.